ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ദാ ഇന്ന് കാണിക്കുന്ന കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഈ ഡ്രസ്സിൻ്റെതാട്ടോ. ടോപ്പ് മാത്രമേ കാണിക്കുന്നുള്ളൂ, പാൻറ്റും ഷോൾഡിങ് കാണിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതാ സാധാ ടോപ്പായിട്ടത്. അതിൽ നമ്മൾ കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് സൈഡ് കട്ടിൻ്റെ ടോപ്പാണ്. കുറച്ച് ഹൈലൈറ്റ് ആക്കിയിട്ട് അതിൻ്റെ സ്ലീവ്സും പിന്നെ താഴത്തൊക്കെ ഒരു ലേസൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കട്ടിങ് എങ്ങനെയെന്ന് നോക്കാം. ഞാനിതിൻ്റെ മുന്നേ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരച്ച് പിന്നെ കേട്ടോ ക്യാമറ ഓൺ അല്ലാന്ന് അറിഞ്ഞത്. അപ്പോൾ ഇതാ ഷോൾഡർ വന്നിട്ട് 7 എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെ അളവ് എങ്ങനെയാണോ അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഷോൾഡർ എത്രയാണോ അത്ര തന്നെ ആം ഹോളാണ് ഞാൻ എടുക്കൽ. അപ്പോൾ ആം ഹോൾ ലെങ്ത്തും 7 തന്നെയാണ്. പിന്നെ വിഡ്ത്ത് വന്നിട്ട് ഇത് BRC കേട്ടോ, ബ്രസ്റ്റ് സൈസിൻ്റെ 4 ഭാഗം നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ 11 എടുത്തിട്ടുണ്ട്. പിന്നെ വേസ്റ്റ് ലെങ്ത്ത് വന്നിട്ട് 15 അല്ലെങ്കിൽ 14.5 എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ വേസ്റ്റിൻ്റെ അവിടുത്തെ റൗണ്ടിൽ 4 ഭാഗം എടുത്തിട്ടുണ്ട്, 9.5 എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കട്ട് എപ്പോഴും 20 അല്ലെങ്കിൽ 21 കൊടുക്കുക കേട്ടോ. ഞാൻ 21 കൊടുക്കുന്നുണ്ട്. പിന്നെ വിഡ്ത്ത് വന്നിട്ട് 12 കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹിപ്പിൻ്റെ അവിടുത്തെ അതേ ഹിപ്പിൻ്റെ 12 തന്നെ തായും കൊടുക്കണം കേട്ടോ. നമ്മൾ അവിടെ കൂടുതലൊക്കെ എടുക്കരുത്. കറക്റ്റായിട്ട് നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 12 തന്നെ താഴെ എടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ സീം എലമെൻറ്റ്സ് കൂട്ടാണ്ടുള്ള മാർക്കിംഗ് ആട്ടോ. ഇനി ഞങ്ങൾക്ക് അതിൽ എക്സ്ട്രാ ഈ 2 ഇഞ്ച് കൂട്ടിക്കൊടുക്കാം. നമ്മൾ ലൂസിങ് സ്റ്റിച്ചൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 ഇഞ്ച് കൂടുതലായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഭാഗമാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ കൂടുതലായിട്ട് എടുത്താൽ ഈ 2 ഇഞ്ചൊക്കെ എടുത്താൽ നമ്മൾ നീറ്റായിട്ട് വരില്ല കേട്ടോ. സ്പ്ലിറ്റ് നീറ്റായിട്ട് വരില്ല. 1 അല്ലെങ്കിൽ 1.25 നല്ല പഠിച്ചവർക്ക് 3/4 ഇഞ്ചൊക്കെ മതി കേട്ടോ. അത്ര എടുത്താൽ മതി. ഇപ്പം ഞാൻ ഒരു വര 2 വരയിട്ട് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ ഇട്ട് കൊടുക്കുക. വീഡിയോ കുറച്ച് ലെങ്ത് ഇല്ലെങ്കിൽ കൂടുതലായിട്ട് മനസ്സിലാവില്ല കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് ലെങ്തിയുള്ള വീഡിയോ ആണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാൽ നല്ല മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഒക്കെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഈ ആം ഹോളിൻ്റെ അടുത്ത് നമ്മൾ ഷോൾഡർ എത്രയാണോ എടുത്തിട്ടുള്ളത് 7 അല്ല എടുത്ത് നമ്മൾ. അപ്പോൾ ഇവിടെ 6.5 വെച്ചിട്ട് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഉള്ളിലോട്ട് ഒരു 1.5 വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് റൗണ്ടാക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇത് ബാക്കത്തെ നമ്മൾ വരച്ചെടുത്തത് ഇതാ 1/2 ഇഞ്ച് വെച്ചിട്ട് ഇനി ഫ്രണ്ടിൻ്റെ പോർഷനും കൂടി സ്ലീവ്സിൻ്റെ ആം ഹോളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാതും. അപ്പോൾ ആരെങ്കിലും എൻ്റെ പുതിയതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ലൈനിങ്ങിലാട്ടോ. ഇനിയാണ് ഞാൻ മെയിൻ ക്ലോത്തിലോട്ട് കട്ട് ചെയ്യുന്നത്. ഇതാ നമുക്ക് എത്രയാണോ നെക്ക് വേണ്ടിച്ചാൽ അതിൽ മാർക്ക് ചെയ്തിട്ട് 1/4 ഇഞ്ച് ചെരിച്ച് വെട്ടിക്കൊടുക്കുക നമ്മളെ ഷോൾഡറിൻ്റെ ആ ഭാഗത്തെ പാർട്ട് കേട്ടോ. ഇപ്പോൾ അതാ എനിക്ക് ഇത്ര ലെങ്ത്ത് വേണ്ട കഴുത്തിന്. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് കുറച്ച് മേലോട്ട് നീക്കി വെച്ചിട്ടാട്ടോ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ വേറെ ക്ലോത്ത് ഈ അജ്രക്കിൻ്റെ മെറ്റീരിയലൊക്കെ അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ നമുക്ക് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടൊക്കെ ഒന്നിച്ച് വെച്ച് വെട്ടോ. ഇതിപ്പോൾ കുറച്ച് വർക്ക് ഉള്ളതുകൊണ്ട് സ്ലീവ്സിനും കൂടി തികയില്ല. അതിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് മുറിച്ചെടുത്തത്. ഇപ്പം അതാ ഞാൻ ബാക്ക് പാർട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നെക്കിൻ്റെത് വിഡ്ത്ത് 3ഉം ലെങ്ത്ത് 4ഉം കൊടുക്കുന്നുണ്ട് കേട്ടോ. ബോക്സ് മാതിരി ആക്കിയിട്ട് നമ്മൾ റൗണ്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ ഫ്രണ്ടിൽ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നില്ല. എന്താ വെച്ചാൽ ആ വർക്ക് വരുന്നതുകൊണ്ട് ഞാൻ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തിട്ടാട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഫ്രണ്ട് പാർട്ട് ഞാൻ നേരത്തെ മാതിരി വീഡിയോ ഓണാക്കാണ്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടോ. നമ്മൾ മാർക്ക് ചെയ്തിരുന്നില്ല, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ BRC എത്രയാണോ വരുന്നത് അത്ര തന്നെ ആയിക്കാറട്ടെ നമ്മൾ ആം ഹോളും വരിക. അപ്പോൾ ഞാനിതാ 11.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട്
ഇത് സ്ലീവ്സ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്ലീവ്സ് ഇതാ ഞാൻ ക്ലോത്ത് കുറച്ചേ ഉള്ളൂ, ഫുൾ സ്ലീവ്സാണ് വേണ്ടത്. നമുക്ക് ഹാഫ് മുക്കാലൊക്കെ ആണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാ പാച്ച് പാൻറ്റിൻ്റെ ക്ലോത്തൊക്കെ വെച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല ഡിസൈനാണ്. ഫ്രണ്ടിൽ ഞാൻ കാണിച്ചല്ലോ മോഡൽ, അതേമാതിരി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ വിട്ട് വന്നിട്ട് താഴെ കുറച്ച് ലൂസായിട്ടുള്ള മോഡലാട്ടോ സ്ലീവ്സ്. അപ്പോൾ 9 എടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ പാർട്ട് എത്രയാണോ എനിക്ക് വേണ്ടത് 18 ഇഞ്ചാട്ടോ സ്ലീവ്സ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പാൻറ്റിൻ്റെ ക്ലോത്തും ലേസൊക്കെ കൂടിയിട്ട് നമുക്ക് 18 വരുന്ന മാതിരി മാർക്ക് ചെയ്തിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ലേസും പിന്നെ പാൻറ്റിൻ്റെ ക്ലോത്തും പിന്നെ ഈ ഒരു ലേസോട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കട്ടിങ് കഴിഞ്ഞ് നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഫസ്റ്റ് നമുക്ക് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ലൈനിങ് ക്ലോത്ത് കോട്ടൺ ആയതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ നല്ല നീങ്ങണ തുണിക്കാണെങ്കിൽ സാറ്റിൻ പോലത്തെ ക്ലോത്തൊക്കെ ആണെങ്കിൽ ലൈനിങ്ങിൽ വെച്ചിട്ട് സെയിം അതേ അറ്റത്ത് എല്ലാ ഭാഗത്തും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ബിഗിനേഴ്സ് ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇതിപ്പോൾ കോട്ടൺ ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. എന്നാലും പറ്റാത്തവർ എല്ലാ ഭാഗത്തും ഒന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നെക്കിൻ്റെ റൗണ്ട് ഭാഗത്ത് ഇതില്ലാത്തതുകൊണ്ട്, വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫൂട്ടൊന്നും മാറ്റിയില്ല കേട്ടോ. നമ്മൾ നോർമൽ ഫൂട്ട് വെച്ചിട്ട് തന്നെ ഞാൻ നെക്കൊക്കെ അടിച്ചെടുക്കുന്നത്. അപ്പോൾ റൗണ്ടായിട്ട് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ സ്റ്റിച്ചിൽ പെടരുത് കേട്ടോ. ഒരു 1/4 ഇഞ്ച് ക്ലോത്ത് അവിടെ വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. പിന്നെ ഈ കർവ് വരുന്ന സ്ഥലത്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തിട്ട് ഇതാ നമുക്ക് മറിച്ചിട്ടൊന്ന് പതിച്ചൊന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. ചിലവരൊക്കെ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കൽ. എനിക്കത് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് എൻഡിൽ തന്നെ സ്റ്റിച്ച് വരുന്നതാണ് എനിക്കൊന്നും കൂടി നീറ്റായിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ. പക്ഷേ ഞാൻ എല്ലായിടത്തും കണ്ടിട്ടുണ്ട് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യൽ കേട്ടോ. അപ്പോൾ അതാ ഫ്രണ്ട് പാർട്ട് റെഡിയായി. അപ്പോൾ അതേമാതിരി തന്നെ നമുക്ക് ബാക്ക് പാർട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതാ ബാക്ക് പാർട്ട് മറിച്ചെടുത്തു, ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നത് ഫ്രോക്കിൻ്റെയിൽ കാണിച്ചിട്ടുണ്ട്, എന്നാലും ഇതിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഇത് ബിഗിനേഴ്സ് കാണുന്ന വീഡിയോ കേൾക്കാൻ കൂടുതലും കുർത്തിൻ്റെ ഒക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതാ ഇത് നമ്മൾ ശരിക്കും വെച്ചിട്ട് നമ്മളെങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് അതേമാതിരി വെച്ചിട്ട് ബാക്കിലേക്ക് ഇങ്ങനെ മറിച്ച് കൊടുക്കുക കേട്ടോ. അതായത് 2 ലൈനിങ് പീസും പിന്നെ നമ്മൾ മെയിൻ ക്ലോത്തും രണ്ട് ഭാഗത്തേക്ക് വയ്ക്കാറ് കേട്ടോ. രണ്ടും ഒരേ സൈഡായിട്ടുണ്ടാവും. നമ്മളിങ്ങനെ മറിച്ച് കൊടുക്കുമ്പോൾ വീഡിയോ ഒന്ന് മനസ്സിലാവാത്തവരൊന്ന് ബാക്ക് അടിച്ചിട്ടൊന്ന് കാണുകയാണെങ്കിൽ അതെന്തായാലും മനസ്സിലാവും കേട്ടോ. ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ 2 ഷോൾഡറും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നല്ല നീറ്റായിട്ട് നമുക്ക് ഉൾഭാഗത്തും കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതാ സ്ലീവ്സ് ഇതാ കട്ട് പീസ് ഞാൻ പറഞ്ഞല്ലോ, ഫുള്ളും കട്ട് പീസ് ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതങ്ങനെ 2 പീസ് റെഡിയാക്കി എടുക്കാം. അത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട്, പിന്നെ ലോങ് വീഡിയോ ഫുൾ ലോങ് ആയി പോകുന്നതാണ് കേട്ടോ. അങ്ങനത്തെ വേണമെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഒരു കമൻറ്റിൽ അറിയിച്ചാൽ മതി. ഇപ്പോൾ അതാ ലേസ് വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ച് തുണി വെട്ടിയതിൻ്റെ ശേഷം ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് അപ്പുറത്തും നീറ്റായിട്ട് പുറം ഭാഗത്തും നീറ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് ഇത് ശരിക്കും വെച്ചതിൻ്റെ ശേഷം പുറം മറിച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ.
കൂടുതൽ ക്ലോത്ത് ഉണ്ടെങ്കിൽ ഒരു 1/2 ഇഞ്ചോ 1 ഇഞ്ചൊക്കെ വിട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നീറ്റാവും. ഞാൻ ക്ലോത്ത് കുറവായതുകൊണ്ട് ചെറുതാക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഈ പീസ് റെഡി ആക്കിയിട്ടില്ലേ, അതും അതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നല്ല വശത്ത് വെച്ചിട്ട് നല്ല വശം ഒരേമാതിരി വെച്ചിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ. അതും ഗ്യാപ്പ് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. പുറത്തോട്ട് മറിച്ചിട്ട് നമുക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനാട്ടോ. ഞാൻ ലേസ് കുറവായതുകൊണ്ട് സെൻറ്റർ ഭാഗം നോക്കിയിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത്. ലാസ്റ്റൊക്കൊന്നും ലേസ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വേണമെങ്കിൽ പിന്നീട് നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേണമെങ്കിൽ എന്നിട്ട് ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ ലാസ്റ്റിൽ ഈ ലേസും കൂടി, സത്യം പറഞ്ഞാൽ ഞാൻ ഈ ലേസ് അറ്റാച്ച് ചെയ്യുന്നത് എല്ലാം സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ. എന്താ വെച്ചാൽ ലേസ് തികയോ ഇല്ലേന്ന് നോക്കിയിട്ട് നമുക്ക് സ്ലീവ്സിന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് കൺഫ്യൂസ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പോൾ തന്നെ ഇതിൽ കാണിക്കുക കേട്ടോ. അപ്പോൾ ഈ ലേസും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല ഭാഗം താഴേക്കാക്കിയിട്ട് ഇതാ ഞാൻ സെൻറ്റർ പോർഷൻ നോക്കിയിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. എന്താ വെച്ചാൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ലേസ്. അപ്പോൾ നമ്മൾ ലേസൊക്കെ വെച്ച് സ്ലീവ്സ് റെഡിയാക്കി എടുത്തു കേട്ടോ. ഇനി ബാക്കിലും അതൊന്ന് മടക്കി അടിച്ചു കൊടുക്കുക. ഇതാ ഈ മെത്തേഡിൽ നമുക്ക് ഇങ്ങനെ ലേസൊക്കെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതാ നമുക്ക് ഇനി സ്ലീവ്സ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ഭാഗം മെഷീനും അങ്ങനെ വിരിച്ചിടുക. സ്ലീവ്സ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതാ നല്ല ഭാഗവും ഒരേമാതിരി ഉണ്ടാവണം കേട്ടോ. പിന്നെ നമ്മൾ ആ ഫ്രണ്ടിൽ നമ്മൾ എക്സ്ട്രാ കട്ട് കൊടുക്കൂലേ, ആ ഭാഗം വേണം ഫ്രണ്ടിലത്തെ ഭാഗത്തേക്ക് ആക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ഞാൻ സ്ലീവ്സ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാലും നിങ്ങൾക്ക് ഞാൻ ഇട്ടാൽ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ വീഡിയോസ്. അപ്പോൾ അതാ സ്ലീവ്സ് നമ്മളത് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതേമാതിരി തന്നെ ഇപ്പുറത്തെ സ്ലീവ് ഒന്ന് റെഡിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ 2 സ്ലീവ് ഞാൻ റെഡിയാക്കി ഇതാ മാർക്കിംഗ് ഒന്ന് ഡാർക്ക് ആക്കിയിട്ട് ഇപ്പുറത്തെ ഭാഗം കൂടി ഒന്ന് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ആ മാർക്കിങ്ങിലൂടെ ഒന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്ലോത്ത് 4ഉം, അതായത് 2 ലൈനിങ് പീസ് ഉണ്ടെങ്കിൽ ലൈനിങ് ഇല്ലെങ്കിൽ 2 ക്ലോത്തും ഒരേമാതിരി വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഇത് ഞാൻ വന്നിട്ട് ഡ്രസ്സിൽ നിന്ന് മെഷർ ചെയ്ത അളവാണ്. അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ലൂസിങ് ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. കറക്റ്റായിട്ട് ആ മാർക്കിങ്ങിലൂടെ തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് പോകുന്നതാണ് കേട്ടോ. നിങ്ങളുടെ ബോഡീൻ്റെ മെഷർമെൻറ്റാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ ലൂസായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഒന്ന് ലോക്ക് ചെയ്യുക കേട്ടോ. ബാക്കും മുമ്പും എടുത്തിട്ട് ലോക്ക് ചെയ്തിട്ട് പിന്നെ അവിടെ തന്നെ ഇങ്ങനെ സ്റ്റിച്ച് നമുക്ക് ഏതായാലും ടൈറ്റ് എന്തെങ്കിലും ആവുകയാണെങ്കിലോ ലൂസാക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിച്ച് 2 3 ഇട്ട് കൊടുക്കുക കേട്ടോ. അവിടെ നിന്ന് തന്നെ തിരിക്കണം കേട്ടോ. എന്നാലേ ഉള്ളൂ നീറ്റായിട്ട് കിട്ടുക.
പിന്നെ ആ ലോക്കുമ്പോൾ തന്നെ ലാസ്റ്റ് എൻഡായിട്ട് വരണം. അപ്പോൾ അതാ ഇതേപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതാ 2 സൈഡും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയാണ് ആ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ക്ലോത്ത് കൂടുതലായിട്ട് എടുത്താൽ ഇങ്ങനെ ചുരുങ്ങും, പിന്നെ പല പ്രശ്നവും വരും കേട്ടോ. നമ്മൾ സൈഡ് എങ്ങനെ സ്റ്റിച്ച് ചെയ്താലും നന്നാവില്ല. എന്താ വെച്ചാൽ ഞാനും ബിഗിനിങ്ങിൽ സ്റ്റിച്ചിങ് പഠിച്ച സമയത്തൊക്കെ അങ്ങനെ കുറേ കൊളായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, ഞങ്ങൾ എത്രത്തോളം നമ്മൾ കുറച്ച് ക്ലോത്ത് ഫോൾഡ് എടുക്കുന്നോ അത്രയും നമുക്ക് നീറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ചെറുതാക്കി ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ സ്റ്റിച്ചിങ് തുടങ്ങിയ സമയത്ത് അറിയില്ലായിരുന്നു കേട്ടോ ഇങ്ങനെ ക്ലോത്ത് കൂടിയിട്ടാണ് എൻ്റെ ശരിയാവാത്തതെന്ന്. പിന്നെ ഞാൻ തന്നെ ചെയ്ത് നോക്കി പിന്നെ എനിക്ക് മനസ്സിലായി, ഈ ക്ലോത്ത് കൂടുന്നത് കൊണ്ടാണ് ചുരുങ്ങുന്നത് എന്നിട്ട് ചെറുതാക്കി എടുത്തപ്പോഴാട്ടോ എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതാ അവിടെ വന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്ന് ഫൂട്ടൊന്ന് പൊന്തിച്ചിട്ട് വേണം കേട്ടോ തിരിച്ചു കൊടുക്കാൻ. നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും. തിരിച്ച് വെച്ചിട്ട് ആ ഫോൾഡിങ് ഒന്ന് കറക്റ്റാക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം അതാ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അപ്പുറം സൈഡും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതേപോലെ തന്നെ വീഡിയോ ലോങ് ആവുന്നത് 2 സൈഡൊന്നും കാണിക്കുന്നില്ല. ഇതേപോലെ നമ്മൾ കുറച്ച് സ്പേസ് വിട്ടതിന് ശേഷം ആ ലേസ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ബാക്കിലേക്ക് കുറച്ചൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് പുറം മറിച്ച് കിട്ടുമ്പോൾ അവിടെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനും നമുക്ക് സ്പേസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതാ അങ്ങനെ മറിച്ചെടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 സൈഡും ബാക്കിലും ഫ്രണ്ടിലും വെക്കുന്നുണ്ട്. ആ രണ്ടും ഒന്ന് റെഡിയാക്കി കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ആ സൈഡിൽ സ്ലിറ്റ് ഇട്ട് കൊടുത്ത് ഇനിയൊരു സ്റ്റിച്ചിങ്ങും കൂടി ആട്ടോ, അറ്റത്ത് കൂടെ ഒരു സ്റ്റിച്ചും കൂടിയും കൊടുക്കാണ്ട്. അപ്പോൾ ഇതാ ഇതേപോലെ അറ്റത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ കട്ട് എൻഡിങ്ങിൽ വരുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ ഫൂട്ടൊന്ന് പൊന്തിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല നീറ്റായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാലൊക്കെ മനസ്സിലാവും ഇൻഷാ അല്ലാ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി, ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതാ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം എന്നാൽ നല്ല നീറ്റായിട്ട് നമ്മൾ സ്ലിറ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സ്റ്റിച്ചിങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇതാ ഈ സൈഡും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ സ്ലീവ്സിൻ്റെ ഡിസൈന് ഫൈനലായിട്ട് ഇങ്ങനെയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.